നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, സത്യത്തിൽ ഇന്നലെ പറഞ്ഞ രൂപത്തിൽ തന്നെയായിരുന്നു മാർക്കറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറേ അങ്ങോട്ട് കുറേ ഇങ്ങോട്ട്. ട്രേഡേഴ്സിൻ്റെ ക്യാപിറ്റലൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് ഇന്നുണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ നമ്മുടെ വീഡിയോയിലും പറഞ്ഞിരുന്നു സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾ ഇന്ന് മൊത്തം ഒരു 9 ട്രേഡാണ് എടുത്തത്. അതിൽ 7 പ്രോഫിറ്റ് ആയിട്ടുണ്ട്, 2 SL ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവസാനം കൊടുത്ത ക്രൂഡ് അതും ഒരു 14 പോയിന്റ് കയറിയിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു കാര്യം പറയാൻ അത് ഞാൻ ജനറൽ ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്വിംഗ് ട്രേഡും ഒരു ഷോർട്ട് ടൈമും, അത് രണ്ടും ഇന്ന് തന്നെ സ്വിംഗ് ഇന്ന് തന്നെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഏതായിരുന്നു ഷോർട്ട് ടൈം കൊടുത്തിരുന്നത്? കോൾ ഇന്ത്യ 463 വരെ വന്നിട്ടുണ്ടെന്ന്. 565 ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോളോ ടയർ 543 ഫസ്റ്റ് ടാർഗറ്റ്. 545 ഇന്ന് അച്ചീവ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഹോൾഡ് ചെയ്യുക. ഇത് അപ്പോളോ ടയർ ഒരാഴ്ച നോക്കിയാൽ മതി, മറ്റേത് ഏകദേശം ഒരു മാസത്തോളം ഹോൾഡ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും നമസ്കാരം. IT ഷെയറുകളുടെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ ഇന്ന് നിഫ്റ്റി ഏകദേശം ഒരു 50 പോയിന്റോളം നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ IT കമ്പനികളുടെ വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സ് അമേരിക്കയാണ്. അമേരിക്കയിലെ പുതിയ തൊഴിലവസരങ്ങളുടെ കണക്ക് ഈ വാരം അറിയാമെന്നത് IT ഷെയറുകളിൽ സമ്മർദ്ദമുണ്ടാക്കിയിട്ടുണ്ട്. പുറമെ ബ്രോക്കറേജ് സ്ഥാപനമായ CLS AIT കമ്പനികളുടെ പ്രകടനം ഒരു സുഖമില്ല എന്ന് പറഞ്ഞതും 2024 പ്രതിസന്ധിയുടെ വർഷമായിരിക്കുമെന്ന ഒരു വിലയിരുത്തലും IT ഷെയറുകൾക്ക് കനത്ത ഒരു ക്ഷീണമാണ് അനുഭവപ്പെട്ടത്. ബജാജ് ഫിൻസർവ്, ബജാജ് ഫിനാൻസ് എന്നിവയിൽ നടന്ന ഒരു സ്ട്രോങ് പ്രോഫിറ്റ് ബുക്കിങ്ങും ഇന്ന് മാർക്കറ്റിന് താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ടാറ്റ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, ബജാജ് ആട്ടോ, SBIN, ONGC എന്നിവ പോസിറ്റീവിലായപ്പോൾ ബജാജ് ഫിൻസർവ്, ബജാജ് ഫിനാൻസ്, നെസ്ലെ ഇന്ത്യ, ഇൻഫി, TCS എന്നിവ നെഗറ്റീവിലും ക്ലോസ് ചെയ്യേണ്ടി വന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സ്പോട്ട് റേറ്റ് 22,358 22,340 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്. 22,310 സെക്കൻഡും 22,280 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ 22,380 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്. 22,415 സെക്കൻഡും 22,440 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 47,582 സ്പോട്ട് റേറ്റ്. 47,340 ഫസ്റ്റ് സപ്പോർട്ടും 47,190 സെക്കൻഡും 46,920 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. 47,735 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. 47,930 സെക്കൻഡും 48,210 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇന്നലെ കൊടുത്ത 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒന്ന് സൺ TV ആണ്. സൺ TV 642 ബൈ എൻട്രി പറഞ്ഞിരുന്നത്. ഓപ്പൺ ചെയ്തത് 639 അത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് 632 വന്നു. ശേഷം കയറുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. അത് ഹൈ ക്രിയേറ്റ് ചെയ്തത് 648.70 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് 650 ഫസ്റ്റ് ടാർഗറ്റ് 646. ഏതായിരുന്നാലും അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് ജൂബിലി ഫുഡാണ്. ജൂബിലി ഫുഡ് സെൽ എൻട്രി ആയിരുന്നു 462 സെൽ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് ജൂബിലി ഫുഡ് ഓപ്പൺ ചെയ്തത് 464 467 പോയി. പിന്നീട് താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സെൽ എൻട്രി ലഭിച്ചിട്ടുണ്ട്. 456.65 ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് 459 456 അതുകൊണ്ട് അതിലും ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് അദാനി പവറാണ്. അദാനി പവർ ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് 578 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 580 വരെ പോയിട്ടുണ്ട്. നാളെ ആ 580 എന്നുള്ളത് ഹൈ ചെയ്യുകയാണെങ്കിൽ 581 നമുക്കൊരു എൻട്രി പോസിബിളാണ്. അതേപോലെ തന്നെ 577 സ്റ്റോപ്പ് ലോസ് വെക്കണം.
585, 588 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. മറ്റൊന്ന് KPR മില്ലാണ്. KPR മില്ല് ഈ ഒരു റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ട്രെൻഡും ഉണ്ട്. ഇന്ന് 790 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 792.90 പൈസയായിരുന്നു. അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 794 ബൈ എൻട്രി പോസിബിളാണ്. 789 സ്റ്റോപ്പ് ലോസ് വെക്കണം. 799, 803 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ രണ്ട് സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടേത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ്. ഓക്കെ, ബൈ.